ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയാണ്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ പുതിയ അപ്ഡേറ്റ്സ് നമ്മൾ ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ആൻസർ എഴുതാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. കേരളം അടിസ്ഥാന വിവരങ്ങൾ. 1956 നവംബർ 1-ാം തീയതിയാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. എപ്പോഴാണ്? 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ കേരള പിറവി ദിനമായിട്ട് എന്ന് ആചരിക്കുന്നത്? നവംബർ 1-ന് ആചരിക്കുന്നത്. അപ്പോൾ കേരള പിറവി ദിനം എപ്പോഴാണ്? നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഇനി കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് അല്ലെ. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഭൂവിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 15,005 ചതുരശ്ര മൈലാണ് എന്ന കാര്യവും പഠിച്ചു വെക്കുക. അപ്പോൾ 38,863 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 15,005 ചതുരശ്ര മൈലാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 21-ാം സ്ഥാനമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അതിൽ 21-ാം സ്ഥാനത്താണ് അല്ലെ. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 21-ാം സ്ഥാനമാണ് ഏതിനുള്ളത്? നമ്മുടെ കേരളത്തിനുള്ളത്. ഇനി 1.18% ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിന്റെ ശതമാനം എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളം എത്ര ശതമാനമാണുള്ളത്? 1.18% ആണ്. 1.18% ആണ്. ഇനി കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യമുണ്ട്. അത് ഏതാണ്? ഭൂട്ടാനാണ് കേട്ടോ. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇതൊക്കെ ഒരു റയർ ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇനി തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. അപ്പോൾ 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. കേരള പിറവി ദിനം എപ്പോഴാണ്? നവംബർ 1-നാണ് അല്ലെ. തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. ഇനി വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ 15,005 ചതുരശ്ര മൈലാണ്. ഈ രണ്ട് നമ്പറും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ സ്ഥാനം 21-ാം സ്ഥാനമാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിന്റെ ശതമാനം എത്രയാണ്? 1.18% ആണ്. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഭൂട്ടാനാണ് അല്ലെ. ഇനി തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. അടുത്തത് കേരളത്തിന്റെ അക്ഷാംശീയ സ്ഥാനമാണ്. ഇതൊക്കെ ഇപ്പോൾ PSC ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. വടക്കൻ അക്ഷാംശം 8°17' 12°47' മധ്യയാണ്. ഇങ്ങനെയാണ്. വടക്കൻ അക്ഷാംശം 8°17' 12°47' മധ്യയാണ് കേരളത്തിന്റെ അക്ഷാംശീയ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി രേഖാംശീയ സ്ഥാനം എത്രയാണ്? കിഴക്കൻ രേഖാംശം 74°27' 77°37' മധ്യയാണ്. കിഴക്കൻ രേഖാംശം 74°27' 77°37' മധ്യയാണ്. ഇനി കേരളത്തിന്റെ അക്ഷാംശീയ വ്യാപ്തി എത്രയാണ്? 4 ഡിഗ്രിയാണ് അല്ലെ. 4 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തി എത്രയാണ്? 3 ഡിഗ്രിയാണ് കേട്ടോ. 3 ഡിഗ്രിയാണ്. ഈ പോയിന്റ്സ് ഒക്കെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലെ. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ എത്രയാണ്? 2 ആണ്. ഈ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകവുമാണ് കേട്ടോ. ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകവുമാണ്. ഇനി കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാടാണ്.
അപ്പോൾ കേരളത്തിന്റെ വടക്ക് ദിക്കിലുള്ള അയൽ സംസ്ഥാനം ഏതാണ്? അത് കർണാടകമാണ് കേട്ടോ. കേരളത്തിന്റെ വടക്ക് ദിക്കിലുള്ള അയൽ സംസ്ഥാനം ഏതാണ്? കർണാടകമാണ്. കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അതായത് കേരളം എന്ന സംസ്ഥാനത്തിനുള്ളിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട് അല്ലെ, അതേതാണ്? പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയാണ് കേട്ടോ. ഏതാണ്? പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയാണ് കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2ആണ്. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? തമിഴ്നാടും കർണാടകവുമാണ് അല്ലെ. കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. കേരളത്തിന്റെ വടക്ക് ദിക്കിലുള്ള അയൽ സംസ്ഥാനമാണ് കർണാടകം എന്ന് പറയുന്നത്. കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ്. കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്? 14 ജില്ലകളാണ് അല്ലെ. കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്? 14 ജില്ലകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് അല്ലെ. ഇതുവരെ പാലക്കാടായിരുന്നു, ഇപ്പോൾ പാലക്കാട് 2ാം സ്ഥാനത്തായി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം ഏതിനാണ് ഇപ്പോൾ ഉള്ളത്? ഇടുക്കിക്കാണ്. ഇനി ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേട്ടോ. അതിന് മാറ്റമൊന്നുമില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഇനി ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? അത് മലപ്പുറമാണ് കേട്ടോ. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാടുമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാടുമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. മാറിപ്പോകരുത്. ജനസംഖ്യയും ജനസാന്ദ്രതയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. 2ാം സ്ഥാനത്താണ് ഇപ്പോൾ പാലക്കാട് ഉള്ളത്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാടാണ് കേട്ടോ. വയനാടാണ്. ഇനി ജനസാന്ദ്രത കൂടുതലാണെങ്കിൽ തിരുവനന്തപുരത്തും, ജനസാന്ദ്രത കുറവാണെങ്കിൽ എവിടെയാണ്? ഇടുക്കിയിലുമാണ്. അടുത്തത് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല ഏതാണ്? കാസർഗോഡാണ് അല്ലെ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. അപ്പോൾ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. മാറിപ്പോകരുത്. ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്നത് കാസർഗോഡാണ്. ഏറ്റവും തെക്കേ അറ്റത്ത് കാണപ്പെടുന്നത് തിരുവനന്തപുരവുമാണ്. ഇനി കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എത്രയാണ്? നമുക്കറിയാം 1956 നവംബർ 1-നാണ് അല്ലെ കേരള സംസ്ഥാനം നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ ജില്ലകൾ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. അതുപോലെ തന്നെ കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 കേട്ടോ. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5. ഏതൊക്കെയാണ് ആ ജില്ലകൾ? പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട്, കോട്ടയം. ഏതൊക്കെയാണ്? പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട്, കോട്ടയം. അപ്പോൾ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളായിരുന്നു? 5 ജില്ലകളാണ് അല്ലെ. ഏതൊക്കെയാണ് ജില്ലകൾ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. അതുപോലെ തന്നെ കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 അല്ലെ. അപ്പോൾ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? അത് 9 അല്ലെ. നമുക്കറിയാം കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. അതിൽ 9 ജില്ലകളിൽ എന്തുണ്ട്? കടൽ തീരമുണ്ട്. 5 ജില്ലകളിൽ എന്തില്ല? കടൽ തീരമില്ല അല്ലെ. ആ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട്, കോട്ടയം. അടുത്തത് കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. 1984 രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് എപ്പോഴാണ്? 1984. ഇനി കേരളത്തിലെ 13ാമത്തെ ജില്ല ഏതായിരുന്നു? അത് പത്തനംതിട്ടയാണ്. ഏതാണ്? പത്തനംതിട്ടയാണ്. 1982 കേട്ടോ പത്തനംതിട്ട നിലവിൽ വന്നിരിക്കുന്നത്. ഇനി 12ാമത്തെ ആണെങ്കിൽ വയനാടാണ്. അത് 1980. ഇതുപോലെ നിങ്ങൾ എല്ലാ ജില്ലകളുടെയും
രൂപം കൊണ്ട ആ ഒരു വർഷം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ 1982 13ാമത്തെ ജില്ലയായിട്ട് ഏത് ജില്ല നിലവിൽ വന്നത്? പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത്. ഇനി മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 3 ജില്ലകളാണ്. എത്രയാണ്? 3 ആണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഏതൊക്കെയാണ് ആ ജില്ലകൾ? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. എങ്കിൽ മറ്റ് ജില്ലകളാൽ ചുറ്റപ്പെട്ട ഏക കേരളത്തിലെ ജില്ല ഏതാണ്? അത് കോട്ടയമാണ്. മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട ഏക ജില്ല ഏതാണ്? കോട്ടയമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ 13ാമത്തെ ജില്ല പത്തനംതിട്ടയാണ്. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 3ആണ്. ഏതൊക്കെയാണ് ജില്ലകൾ? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോടാണ്. മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട ഏക ജില്ല ഏതാണ്? കോട്ടയമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാലൻസ് ക്ലാസ് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഭാഗം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.